അതെ, പ്രഭാഷണം തുടരാൻ. ഞാന് BJP-യുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് ധൈര്യമുണ്ടെ തെളിയിക്കേ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനേ. ആറ്റുനോറ്റിരുന്ന ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് വേറൊരു പാർട്ടിയെ ലയിപ്പിക്കുക, ആരോടും പറയാതെ ഇതൊന്നും ചെയ്യുക. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം 4 മാസമേറെയായി നടക്കുന്ന രഹസ്യ ചർച്ചയിലൂടെ മെമ്പർമാരോ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ കൂടെ നിന്ന ആളുകളോ ഒന്നും അറിയാതെ ചുമ്മാ കൊണ്ടുവന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ലയിപ്പിക്കുക. ചുമ്മാ കൊണ്ടുവന്നൊന്നല്ല, ഒരു സുപ്രഭാതത്തിൽ നിന്നുമല്ല, 4 മാസമായി നടക്കുന്ന രഹസ്യ ചർച്ച അല്ലേ. ഈ 4 മാസമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന മെമ്പർമാരൊന്നും അറിയാതെ ഉള്ള ഒരു ലയനം. അതായത് മെമ്പർമാർ തന്നെ പറഞ്ഞ കേട്ടോ, ഞങ്ങൾ അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞല്ല അത്. അപ്പം മെമ്പർമാർക്കൊരു പെട്ടെന്നൊരു ഷോക്കായി പോയി, അല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ച ആളുകൾക്കൊരു ഷോക്കായി പോയി എന്ന് അവർ തന്നെ പറഞ്ഞാണ്. അപ്പൊ ഈ ഇടത് വലത് ആളുകളെ പേടിച്ച് ജീവിച്ച G20, ഇനിയിപ്പൊ G20 ആണ്. G20 എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ? ഇത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ ആകായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ നാടകം ആർക്ക് വേണ്ടി? അതായത് ഇതിനു മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഏകാധിപത്യം ഈ നമ്മുടെ ജിക്ക് ഉണ്ടായിരുന്നു എന്ന്, അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മാത്രം പറയുന്ന ഒരു ഏകാധിപത്യ വ്യവസ്ഥ. അപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇത് ചെയ്യാമായിരുന്നു അല്ലേ? ഇവിടെ ഒരു BJP സ്ഥാനാർത്ഥി, ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, BJPയെ ഞാൻ ഒരിക്കലും കുറ്റം പറയണമല്ല, കമ്മ്യൂണിസ്റ്റിനെ കുറ്റം പറയണമല്ല, കോൺഗ്രസിനെ കുറ്റം പറയണമല്ല, ഇനി ഒരു പാർട്ടിയും കുറ്റം പറയണമല്ല. ഇവിടെ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് പ്രസംഗിച്ചത്, പുഴു പിടിച്ച മാങ്ങാണ്ടി നമുക്ക് ദൂരെ എറിയണം, മാങ്ങ പുഴുവാണ് എന്നൊക്കെ പ്രസ്താവിച്ചിട്ട് ഈ ഒരു കാര്യം കേട്ട് വളരെ അത്ഭുതം തോന്നുകയാണ്. അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് 3-4 മാസമല്ലേ ഉള്ളൂ. അപ്പൊ അന്നും ഈ ചർച്ച നടക്കുന്നുണ്ട്. അതിനിടയിലൂടെയാണ് പുഴു പിടിച്ച മാങ്ങാണ്ടി എന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ BJP ചേർന്നാലും എവിടെ ചേർന്നാലും ഇത് നല്ല, അതായത് കേരളം ഒരു വികസന രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചാണെന്നാണ് അദ്ദേഹം പറയണത് അല്ലേ. വലിയൊരു പേപ്പറിൽ കൊണ്ടുവന്ന് കുറെ വാഗ്ദാനങ്ങളും ചെയ്ത കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളും 14 കോടി, അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരിയും വരുന്നത്. 14 കോടി ബാലൻസ് ഉള്ള ഒരു പഞ്ചായത്തിൽ ഞാനൊരു ചിറ കാണിച്ചിരുന്നു ഇവിടെ, അതിന്റെ അവസ്ഥ. അതുപോലെ തന്നെ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ 14 കോടി പേപ്പറിൽ ബാലൻസ് കാണിച്ചിട്ട് കാര്യമില്ല, ഉണ്ടോ? അപ്പം ഇടത് വലത് മുന്നണികളെ പേടിച്ചിട്ടുള്ള ഈ ലയനം, അതായത് ബഹുമാനപ്പെട്ട ശ്രീനിജൻ MLA-ക്കെതിരെ നടത്തിയ തേറിയ അഭിഷേകം, അദ്ദേഹം തിരിച്ച് അത്രയും പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്നത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റസ് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോയതാണ് അല്ലേ. കാരണം ഒരു വിദ്യാഭ്യാസവും ബിസിനസ് മാൻ ആയിട്ടുള്ള ആൾക്ക് ചേർന്നതായിരുന്നില്ല ആ ഒരു പ്രസ്താവന. അപ്പൊ എന്തൊക്കെയായാലും ഇത് ഇപ്പോഴും ഇനി നല്ലത് കിട്ടും, നല്ലത് വരും എന്ന് വിശ്വസിക്കുന്ന G20-യിലെ അണികളുണ്ട് ഇപ്പോഴും. പക്ഷെ അത് വിദൂര സ്വപ്നം മാത്രമാണെന്ന് മാത്രം പറയാം.